വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു യാത്ര പോവുക കേട്ടോ. തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ കൃപാസനം ചർച്ചിലേക്ക് പോവുക. അപ്പോൾ ഇത് പുലർച്ചയ്ക്ക് 1:45 ടൈമാട്ടോ ഞങ്ങൾ പോകുന്ന യാത്രയാകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വടക്കഞ്ചേരിയിലാണ്. വടക്കഞ്ചേരി അവിടുത്തെ ഒരു ലോർദ് മാർത്ത ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്ന് യാത്ര ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ് വന്നു. അപ്പോൾ നമ്മൾ നേരെ യാത്ര ചെയ്ത് ഒരു 5:45 കൃപാസനത്ത് എത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഇതാണ് അവിടെ തിരക്ക്. അവിടെ എത്തിയപ്പോൾ ഒരു 5:45 സമയത്ത് എത്തിയപ്പോൾ തന്നെ ഇത്രയും തിരക്കുണ്ട് അവിടെ. ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 5:30 എത്തിയാലും 7:30 കേട്ടോ ഒരു ആരാധന തുടങ്ങുക. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ എത്തും, കാരണം അവിടെ തിരക്കായി പോകും, പിന്നെ ഇരിക്കാനൊന്നും സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, സമയമാകാനായിട്ട് വെയിറ്റ് ചെയ്യുക. എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ നമ്മുടെ ദൈവത്തിൻ്റെ രൂപക്കൂടൊക്കെ ഉണ്ട് കേട്ടോ, മാതാവിൻ്റെ. അവിടെ പോയി എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങളിവിടെ വന്നവരും പിന്നെ ഒരുപാട് പേര് വേറെ ഉണ്ട് കേട്ടോ. പിന്നെ ശേഷം ഞങ്ങൾ ധ്യാന കേന്ദ്രത്തിലേക്ക് കയറി. ഞങ്ങൾ എത്തുമ്പോൾ തന്നെ അവിടെ ഒരുപാട് പേര് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അവർക്ക് അവിടെ ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറി അവിടെ പോയി ഇരിക്കാനുള്ള എല്ലാം നോക്കുക കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ പ്രത്യേക വൈബാണ്, കാരണം എല്ലാവരും ഭയങ്കര സൈലൻ്റായിട്ടിരിക്കുക, എല്ലാവരും ആരാധന ആ ഒരു ഇതിലൂടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് പോയി പിന്നെ അങ്ങനെ അവിടെയുള്ള ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇതാണ് അവിടുത്തെ ആരാധന, പ്രാർത്ഥിക്കാനുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇരുന്നൊക്കെ പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ പ്രത്യേക രൂപക്കൂടൊക്കെ അവിടെയുണ്ട്. ഈ കൃപാസന ചർച്ചിന് ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ. അതായത് 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചതിരിഞ്ഞ് അവിടെ മാതാവ് പ്രത്യക്ഷമായി എന്നുള്ളൊരു ഐതിഹ്യമായിട്ട് അവിടെ ഉള്ളത്. അതിന് ശേഷമാണ് ഇവിടെ ഭയങ്കര തിരക്കും ഒരുപാട് വിശ്വാസികൾക്ക് വരാൻ തുടങ്ങിയത്. കാരണം അവിടെ മാതാവ് അവതരിച്ച് പലരുടെയും ആഗ്രഹങ്ങളൊക്കെ സഫലമായി എന്നാണ് അവിടുത്തെ ഒരു ഐതിഹ്യം. അപ്പോൾ കണ്ടെത്തുന്നുണ്ട് അവിടുത്തെ മാതാവിനെ വെഞ്ചരിച്ചിട്ടുള്ള വസ്തുക്കളൊക്കെ വാങ്ങാനുള്ള തിരക്കാട്ടോ. അവിടുന്ന് മാതാവിൻ്റെ രൂപക്കൂടും കൊന്തയും അത് തന്നെ അവിടുന്ന് ഉപ്പും ഇതൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങാനുള്ള തിരക്കാട്ടോ. കണ്ട ഞങ്ങളിപ്പോൾ ഒരു 10-11 മണി സമയം അപ്പോഴേക്കും കണ്ട ഈ തിരക്കായി. പിന്നെ ഓരോ ചർച്ചിൽ നിന്നും അവരവിടെ വന്നിട്ട് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലങ്ങൾ കിട്ടിയതിന് ശേഷം അവരവിടെ വന്നിട്ട് ദൈവത്തെ ആരാധിക്കാൻ വരുന്ന കേട്ടോ. ഇങ്ങനെ ഓരോ ചർച്ചിൽ നിന്ന് വരുന്നവരാണ് ഉടമ്പടി എടുക്കാമെന്ന് പറയും. ഉടമ്പടി എടുത്തിട്ട് വരുന്നവരാണ് ഇതൊക്കെ. ഇപ്പോൾ ഇത് ഉടമ്പടി എടുക്കാൻ വെയിറ്റ് ചെയ്യുന്നവരാണ്, പുതിയതായിട്ട് ഉടമ്പടി എടുക്കാൻ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പോയ സമയത്ത് ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ പറ്റി. ഒരുപാട് പേർക്ക് ഇതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ അതിന് പറയുന്ന സമയമുണ്ട് കേട്ടോ. 7:30 പ്രയർ തുടങ്ങി ഒരു 10:30 തീരും. പിന്നെ 11:30 നമുക്ക് സാക്ഷ്യങ്ങൾ, നമുക്ക് ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് എല്ലാവർക്കും തുറന്നു പറയാനുള്ള സമയം കേട്ടോ. ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവരുടെ സാക്ഷ്യങ്ങൾ പറയാനായിട്ട്. കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും പലരും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ അച്ഛനുണ്ട് കേട്ടോ. അവിടെ അച്ഛൻ നമ്മൾക്ക് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളവർ വെയിറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്തും അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനും ആൾക്കാർ വെയിറ്റ് ചെയ്യുക. ഓരോരുത്തരെയും പോകാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. നല്ല തിരക്കുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ. മാതാവിനെ കണ്ടത് ക്യൂ ആണ്. ഇത് ഞാനും എൻ്റെ മോളും നിന്നിട്ടുണ്ടായിരുന്നു. എത്രയോ നിന്നിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് അവിടെ എത്താൻ സാധിച്ചത്. പിന്നെ ഇവിടെ അച്ഛന്മാർക്ക് വരെ ഇവിടെ അവർക്ക് സാക്ഷ്യം പറയുന്നുണ്ട് കേട്ടോ. അവർക്ക് ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ഒരുപാട് പേര് പിന്നെയും വന്നുകൊണ്ടിരിക്കുക. ഈ സമയം ഒരു 12 മണി 1 മണി കേട്ടോ. ആ സമയത്തും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.